വാർത്താസന്ധ്യ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. അതിരപ്പള്ളിയിലെ സതീഷിന്റെ മരണം കാട്ടാന ആക്രമണത്തിലെന്ന് വ്യക്തമാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സതീഷിന്റെ വാരിയെല്ലുകൾ ഒടിഞ്ഞ് ശ്വാസകോശത്തിലും കരളിലും തുളച്ചുകയറി. രക്തം വാർന്നാണ് സതീഷിന്റെ മരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. മരിച്ച അംബികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അല്പസമയത്തിനകം പുറത്തുവരും. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ചാലക്കുടിയിൽ നിന്ന്. വിഷ്ണു, ഇത് കാട്ടാനാക്രമണമാണ് എന്ന് സ്ഥിരീകരിക്കാത്ത വനംവകുപ്പിന്റെ നിലപാട്, അതിൽ ജനങ്ങൾ വലിയ രോഷത്തിലായിരുന്നു. അതിനിടയിലാണ് ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവരുന്നത്. വിശദാംശങ്ങൾ വിഷ്ണു. ടിക്കെ, രണ്ട് മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് സതീഷിന്റെയാണ്. സതീഷിനെ കാട്ടാന ചവിട്ടിക്കൊന്നു എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. സതീഷിന്റെ വാരിയെല്ലുകൾ അടക്കം ഒടിഞ്ഞിട്ടുണ്ട്. ആ വാരിയെല്ലുകൾ ഒടിഞ്ഞ് ശ്വാസകോശത്തിലും കരളിലും കയറിയതാണ് മരണകാരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അംബികയുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ മൃതദേഹം വാഴച്ചാലിലേക്ക് കൊണ്ടുപോയി. അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും. വനംവകുപ്പ് ഇന്ന് രാവിലെ പുറത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പിൽ സംശയാസ്പദമായ രീതിയിൽ രണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന പരാമർശമുണ്ടായിരുന്നു. അതിനെതിരെയാണ് വലിയ പ്രതിഷേധമുയർന്നത്. വനംവകുപ്പ് ഈ വിഷയം വഴിതിരിച്ചു വിടാനുള്ള ശ്രമം ബോധപൂർവമായി നടത്തുന്നു. വനംവകുപ്പിന്റെ വീഴ്ച മറച്ചുവെക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ പുറത്തിറക്കുന്നത് എന്ന തരത്തിലായിരുന്നു നേരത്തെ ബെന്നി ബെഹനാനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. നിലവിൽ സതീഷിൻ്റേത് കാട്ടാന ചവിട്ടിക്കുന്നുള്ള മരണം എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി അംബികയുടേത് കൂടിയാണ് മരണത്തിന്റെ കാരണം കൂടിയാണ് വ്യക്തമാകാനുള്ളത്. ആ വിവരവും അല്പസമയത്തിനകം പുറത്തു വരും. ഇരുവരുടെയും കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. 5 ലക്ഷം രൂപ അടിയന്തരമായി തന്നെ നൽകും. ഇന്നലെ വൈകിട്ടോടുകൂടി വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയുന്നതിനിടയിലാണ് ഈ സതീശനും അതോടൊപ്പം അംബികയടങ്ങുന്ന 4 അംഗ സംഘത്തിന് നേരെ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. അതിൽ ബാക്കി 2 പേർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. 2 പേർക്കും സാരമായി പരിക്കേറ്റിരുന്നു. അത് അവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ കൊല്ലപ്പെട്ട 2 പേരുടെയും സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ വാഴച്ചാല് നടക്കും. ശരി, വിഷ്ണു സുരേഷ് ചാലക്കുടിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കാട്ടാന ആക്രമണത്തിൽ 2 ദിവസത്തിനിടെ 3 പേർ കൊല്ലപ്പെട്ട അതിരപ്പള്ളിയിൽ പ്രതിഷേധം ശക്തം. നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ അതിരപ്പള്ളിയിൽ ജനകീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ കോൺഗ്രസ് പ്രതിഷേധത്തിനെതിരെ കൊല്ലപ്പെട്ട അംബികയുടെ കുടുംബം രംഗത്തെത്തി. സംശയാസ്പദമായ മരണമെന്ന വനംവകുപ്പിന്റെ പരാമർശമാണ് പ്രതിഷേധത്തിന് വഴിവെച്ചത്. കൊല്ലപ്പെട്ട അംബികയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് ബെന്നി ബെഹനാന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് തടഞ്ഞു. എന്നാൽ അംബികയുടെ ബന്ധുക്കൾ ഇതിനെതിരെ തിരിഞ്ഞതോടെ പ്രതിഷേധം അവസാനിപ്പിച്ചു. ഞങ്ങളെ ആളെ മരിച്ചല്ലേ ഞങ്ങളെ കൊണ്ടുപോകില്ല. ഞങ്ങളെ സ്വന്തം ആൾക്കാരല്ലേ. ഞങ്ങളെ പച്ചവെള്ളം വരെയൊക്കെ കുടിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഞങ്ങളുടെ ബോഡിനെ ഞങ്ങളെ കുടുംബത്തെ തിരിക്കണം വാഴച്ചാലിലേക്ക്. 24 മണിക്കൂറിനിടയിൽ അതിരപ്പള്ളിയിൽ 3 ജീവനുകൾ പൊലിഞ്ഞിട്ടും വനംവകുപ്പ് നിസ്സംഗമായി നോക്കി നിൽക്കുകയാണെന്ന് ചാലക്കുടിയിലെത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. നിസ്സംഗരായിരിക്കുകയാണ് ഗവൺമെന്റ്. ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ മനുഷ്യരല്ലേ ഇതിന്റെ ഇരകളായി മാറുന്നത്. അവരോട് വന്ന് നടപടി സ്വീകരിക്കുമെന്ന് പറയാൻ ജില്ലാ കളക്ടർ പോലും 3 പേരും ഭരിച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റിന്റെ നിസ്സംഗത അതിന്റെ പാരമ്പര്യത്തിലാണ്. അതിരപ്പള്ളിയിൽ RRT സംവിധാനം ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട് നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ജനകീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. അപ്പോൾ 1-2 മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അതിരപ്പള്ളി നാളെ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ അതിരപ്പള്ളി ഹർത്താൽ ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സതീഷിന്റെയും അംബികയുടെയും മരണത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ വനമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 18 പേരാണ് കേരളത്തിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 24 കൊച്ചി. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ കുറ്റപത്രം സമർപ്പിച്ച് ED. സാം പിത്രോഡയുടെ പേരും കുറ്റപത്രത്തിലുണ്ട്. ഡൽഹി റൌസ് അവന്യൂ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. വിനീത VG വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, രാഹുലിൻ്റെയും സോണിയയുടെയും പേര് കുറ്റപത്രത്തിൽ, എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? ഇത് എപ്പോൾ കോടതി പരിഗണിക്കും വിനീത? ടിക്ക് ആദ്യമായാണ് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പേര് ഒരു കേസുമായി ബന്ധപ്പെട്ട കുറ്റപത്രത്തിൽ സൂചിപ്പിച്ച് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തി സമർപ്പിച്ചിരിക്കുന്നത്. ഈ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ തന്നെ അന്വേഷണം നടത്തി വരികയായിരുന്നു. ഈ നാഷണൽ ഹെറാൾഡിന്റെ മാതൃസ്ഥാപനമായ AJL യങ് ഇന്ത്യ കമ്പനി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് അതിന് പിന്നിൽ കള്ളപ്പണം വെളുപ്പിക്കലുണ്ടെന്നും ഒപ്പം തന്നെ അതിന് പിന്നിൽ വഞ്ചന, അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നേരത്തെ തന്നെ പരാതി ഉണ്ടായിരുന്നു. ഈ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്
അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. നേരത്തെ തന്നെ ഈ ഇവരുടെ സ്വത്തുവകളടക്കം കണ്ടുകെട്ടുന്ന നടപടിയുമായി ED മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഡൽഹിയിലെ റോസ് അവന്യൂ കോടതിയിലാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കുറ്റപത്രത്തിലാണ് രാഹുൽ ഗാന്ധിയുടെയും ഒപ്പം തന്നെ സോണിയാഗാന്ധിയുടെയും പേരുകൾ ചേർത്തിട്ടുള്ളത്. ഒപ്പം സാം പിത്രോയുടെ പേരും ഈ കുറ്റപത്രത്തിൽ ചേർത്തിട്ടുണ്ട്. കോടതി ഈ കേസ് ഈ മാസം 25-ന് പരിഗണിക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ആദ്യമായാണ് സോണിയയുടെയും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെയും പേര് ഇത്തരമൊരു കേസിൽ കുറ്റപത്രത്തിൽ ചേർത്തത് സമർപ്പിച്ചിരിക്കുന്നത്. ശരി, ഈ മാസം 25-നായിരിക്കും കോടതി ഇത് പരിഗണിക്കുക. വിനീത VG വിവരങ്ങളുമായി ചേരുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. മുനമ്പത്തെ ജനങ്ങൾ നിയമപോരാട്ടം തുടരേണ്ടി വരുമെന്ന് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ നിയമവഴിയിലൂടെ തന്നെ പരിഹാരം കാണണമെന്നും കേന്ദ്രമന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. This is not related to or targeted to Muslim alone. There are some campaign going on to set a narrative that the central government is working against Muslim community. No. We are here to correct the mistakes done in the past and to provide justice to the needy people. In India, there should not be any provision for anybody to forcefully and unilaterally take away somebody's land. എന്നാൽ പുതിയ നിയമം മുനമ്പത്തുകാരെ എങ്ങനെ സഹായിക്കുമെന്നതിൽ കൃത്യമായ മറുപടി കിരൺ റിജിജു നൽകിയില്ല. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കള്ളി പുറത്തായെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ഇത് സംബന്ധിച്ച് ഇതുവരെ അവർ നടത്തിയിരുന്ന പ്രചരണം ഇന്ന് വെറുതെയാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുകയാണ്. ഇപ്പോൾ വെറുതെ സ്വീകരണമായിട്ട് വാങ്ങാമെന്നല്ലാതെ ഈ മുനമ്പം പ്രശ്നം ഇതുകൊണ്ട് തീരുവില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു. സർക്കാർ മുൻകൈ എടുത്ത ട്രിബ്യൂണലിൽ വെച്ച് തീർക്കാവുന്ന ഒരു പ്രശ്നം വലിച്ചു നീട്ടി നാട് നിങ്ങളെ കൊണ്ടുകിടന്ന് വഖഫ് ബില്ലുമ കൊണ്ടുപോയി കെട്ടി ആർത്ത് ഇരമ്പി ഇങ്ങനെ നടക്കുക, രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക എന്നല്ലാതെ മുനമ്പത്തുള്ള ആളുകളുടെ പ്രശ്നം തീർക്കാൻ വളരെ സിമ്പിളായിട്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ 10 മിനിറ്റ് കൊണ്ട് തീരുമെന്നൊക്കെ പറഞ്ഞത്. വഖഫ് നിയമ ഭേദഗതിയിലൂടെ മുനമ്പം പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന BJPയുടെ അവകാശവാദം സോപ്പ് കുമിള പോലെ പൊട്ടിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കേന്ദ്രമന്ത്രി കിരൺ റിജിജു തന്നെയാണ് ആ കുമിള സത്യത്തിന്റെ സൂചി കൊണ്ട് പൊട്ടിച്ചതെന്നും ബിനോയ് വിശ്വം പ്രസ്താവനയിൽ പറഞ്ഞു. റാഫി കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റാഫി, ഇന്നത്തെ കിരൺ റിജിജുവിൻ്റെ ഒരു പ്രതികരണം അത് ശ്രദ്ധേയമാണ്. മുനമ്പം വിഷയത്തിൽ നിയമ പോരാട്ടം തുടരേണ്ടി വരും എന്ന പരാമർശം. എന്താണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്? ഈ നിയമ പോരാട്ടത്തിന് സഹായകമാകുന്ന ചില സാധ്യതകൾ അത് നിയമത്തിലുണ്ട് എന്നാണോ അദ്ദേഹം സൂചിപ്പിക്കുന്നത്? വിശദാംശങ്ങൾ എന്താണ്? റാഫിയിലേക്ക് വരാം. ഇപ്പോൾ മുനമ്പത്ത് കിരൺ റിജിജു സംസാരിക്കുകയാണ് തത്സമയം. Not only satisfied to be amidst you, but I have also come to ensure that the long sufferings, all the difficulties faced by the people of Munambam can be sufferings, all the difficulties faced by the people of Munambam can be brought to a logical conclusion. I have come here with a commitment. So I share your problems and the difficulties you have faced. This is my first visit to Munambam. But I know already about the stories, about the issues, and about all other problems you have faced. So the place is not new in terms of മുനമ്പത്തെത്തിയ കേന്ദ്രമന്ത്രി കിരൺ റിജിജു അവിടെ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ ലഹരിക്കും അക്രമത്തിനുമെതിരെ നടത്തുന്ന കേരള യാത്ര അത് പര്യടനം തുടരുന്നു. VPS Lakeshore presents SKN40 presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, Leela Ravis. Celebrating partners, Joya Lucas, Jain Deemed to be University Kochi, Crown Plaza, Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Group of Educational Institutions, Medimix, Rich Max Finvest,
Region Care, Benny's Royal Tours Private Limited, Pyramid Agro Multi-State Cooperative Society Limited, G-Tech Computer Education, Milma, New Rajasthan Marbles. SKN40 കേരള യാത്രയുടെ പര്യടനം കോഴിക്കോട് കാരന്തൂർ മർക്കസിൽ എത്തിയിരിക്കുകയാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. അങ്ങനെ മദീന അങ്ങാടിയിൽ ചെന്ന് മദ്യം ഉപയോഗിക്കുന്നത് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന പ്രഖ്യാപനം കേട്ട ഉടനെ ആദ്യമായി ഈ വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഷോപ്പിലുള്ള എല്ലാ കള്ളുകളും എടുത്ത് റോഡിൻ്റെ ഓവുചാലിൽ ഒഴിക്കുകയും പാത്രങ്ങൾ വരെ ഉടച്ച് കളയുകയും ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചു. നബിയെ, ഞാൻ വലിയ കള്ള് കച്ചവടക്കാരനായിരുന്നു, കള്ള് നിഷിദ്ധമാക്കിയിരിക്കുന്നു, അതിൻ്റെ പേരിൽ എനിക്ക് വമ്പിച്ച കടം ഉണ്ട്, എൻ്റെ കടം വീടാൻ ബൈത്തുൽ മാലിൽ എൻ്റെ ഒരു പേര് കൂടി അവിടുന്ന് ചേർത്തിയാൽ നന്നായിരുന്നു എന്ന് ആവശ്യപ്പെട്ട അബൂ തൽഹത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം ഓർക്കുമ്പോൾ നിഷിദ്ധമാണ് എന്ന് എപ്പോൾ വിവരം കിട്ടുന്നുവോ ആ സമയത്ത് അതിനെ പൂർണ്ണമായി നിഷിദ്ധമാക്കിയവരായിരുന്നു ഇസ്ലാമിൻ്റെ ആദ്യ കാലത്തുള്ള സഹാബികൾ. ഇന്ന് കാലം മാറിപ്പോയി എന്ന് മാത്രമല്ല, ഒരിക്കൽ കള്ളു കുടിക്കുന്നതിൽ നിങ്ങൾക്ക് ഫലങ്ങൾ പല ഗുണങ്ങളും ഉണ്ടല്ലോ എന്നൊക്കെ സൂചിപ്പിച്ച ഖുർആൻ ആ ഗുണത്തേക്കാൾ അതിൻ്റെ ദോഷമാണ് അധികമുള്ളത്. അതുകൊണ്ട് തീർച്ചയായും കള്ളുകുടി നിർമ്മാർജ്ജനം ചെയ്യേണ്ടതാണ് എന്ന് പ്രഖ്യാപിക്കുകയും ലാ തശ്റബുൽ ഖംറ ഫഇന്നഹു റഅ്സു കുല്ലി ഫാഹിഷ, മദ്യം ഉപയോഗിക്കുന്നത് എല്ലാ നീചനികൃഷ്ടമായ സംഭവങ്ങളുടെയും ഉത്ഭവമാണ്, അതുകൊണ്ട് അത് ഉപയോഗിക്കരുത് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്ത ഇസ്ലാമിൻ്റെ അനുയായികൾ പോലും ഇന്ന് ചില ആളുകൾ മദ്യപാനത്തിലേക്ക് ചെന്ന് എത്തിപ്പോകുന്നത് അവർക്കെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് കൊണ്ടാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് അത് നിർമ്മാർജ്ജനം ചെയ്യാൻ ആവശ്യമായ എല്ലാ നടപടികളും ഗവൺമെൻറ്റും അതുപോലെ ഇന്നിവിടെ എത്തിയ ശ്രീകണ്ഠൻ നായർ തുടങ്ങിയ നേതാക്കളും പ്രവർത്തകരും ശ്രമിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ശ്രീകണ്ഠൻ നായരുമായിട്ട് എനിക്ക് നേരിട്ട് പരിചയം വളരെ കുറവാണെങ്കിലും നമുക്ക് ധാരാളം പരിചയം അദ്ദേഹത്തെ സംബന്ധിച്ച് ഉണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടുത്താനും ഈ 24 പരിചയപ്പെടുത്താനും
ഇവിടെ വരുന്ന നമ്മുടെ ദീപക് എന്ന സുഹൃത്ത് അതെല്ലാം പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അദ്ദേഹം വല്ലാതെ പരിചയപ്പെടുത്തി തന്ന ഒരാളാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. അതിനാൽ ഭാവിയിൽ എന്തെല്ലാം ഇതിന് ആവശ്യമുണ്ടോ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഗവൺമെൻറ്റിനോട് നിർദ്ദേശിക്കുകയും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നടപ്പിൽ വരുത്തുകയും ചെയ്യണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതൽ സംസാരിക്കുന്നില്ല. എൻ്റെ ഈ മാനസികമായ ബന്ധവും അതുപോലെ മദ്യത്തോട് മാനസികമായ നമ്മുടെ ശക്തമായ എതിർപ്പും ഇത് രണ്ടും ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ വന്ന ഉടനെ തന്നെ ഇവിടേക്ക് കയറി വന്നിട്ടുള്ളത്. ഏതായാലും നല്ല കാര്യം പറയാനും അത് നടപ്പിൽ വരുത്താനും നമുക്ക് തൗഫീഖുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. മുനമ്പത്തെത്തിയ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു സംസാരിക്കുകയാണിപ്പോൾ തത്സമയം. For the welfare of the people, you all know I will not talk in detail. But Waqf is dedication of a property in the name of Allah for the purpose of the religion and land belong to you. You cannot, the Waqf board cannot declare somebody's property as Waqf property. We have made the provisions very clear. From today in India, I declare nobody will face the problem faced by the people of Munambam. There will be no more unilateral declaration of any property as Waqf property. This draconian provision has been obliterated, it's been deleted and removed forever. These are very important steps taken in the interest of the common people of this country. I'm not going into the details, but I'm here today concerning the pains and sufferings you have endured. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പുവരുത്താം. വഖഫ് ബില്ലിൽ ഞങ്ങൾ വരുത്തിയ മാറ്റങ്ങളൊന്നും ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയായിരുന്നില്ല. ഈ മാറ്റങ്ങളൊക്കെ തന്നെ സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, സാധാരണക്കാർക്ക് നീതി ഉറപ്പിക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പരമമായ ലക്ഷ്യമെന്നുള്ളത് സാധാരണ മനുഷ്യർക്ക്, സർവ്വസാധാരണക്കാർക്ക് നീതി നടപ്പാക്കുക എന്നതായിരുന്നു. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, CPIM-ഉം കോൺഗ്രസും ഒക്കെ ഇതിനെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് ഇതിനെ കണ്ടത്. അവരെ സംബന്ധിച്ചിടത്തോളം മുനമ്പത്തുള്ളത് വളരെ കുറച്ച് ജനങ്ങൾ മാത്രമാണ്. അവരുടെ വോട്ട് നഷ്ടപ്പെട്ടാലും അതിലും അധികം വോട്ട് കിട്ടുമോ? NDAയുടെ നന്ദി മോദി എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി കിരൺ റിജിജു. മുനമ്പത്തെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും എന്ന ഉറപ്പ് അവിടെയുള്ള ജനങ്ങൾക്ക് നൽകുന്നുണ്ട് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലിനെ സന്ദർശിച്ച് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും ഒപ്പമുണ്ടായിരുന്നു. മുനമ്പം പ്രശ്നം പരിഹരിക്കുമെന്ന് കിരൺ റിജിജു ഉറപ്പ് നൽകിയെന്ന് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് കളത്തിപ്പറമ്പിൽ പറഞ്ഞു. വടക്കേ ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങളും കേന്ദ്രമന്ത്രിയെ ധരിപ്പിച്ചെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. മുനമ്പ പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. സമയബന്ധിതമായിട്ട് നടത്തണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അതും ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. നോക്കാമിനി കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
വാർത്താസന്ധ്യ പൂർത്തിയാവുകയാണ്.